സുഹൃത്തുക്കളെ, കളിയരങ്ങിൻ്റെ ഒരു അംഗമാണ് ഞാനും. ഇതുപോലെയുള്ള സദസ്സുകളിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം, ഒരു പ്രയാസം, ഇപ്പോൾ നളചരിതത്തെ പറ്റിയും കഥകളെ പറ്റിയുമൊക്കെ സാമാന്യം നല്ല ധാരണയുള്ള ആളുകളാണ് ഈ കഥകളി ക്ലബ്ബുകളിൽ അംഗങ്ങളായിട്ടും അതുപോലെ തന്നെ ഈ നട്ടുച്ച സമയത്ത് കഥകളി കാണാൻ എത്തിച്ചേരുന്നതുമൊക്കെ. അപ്പം അവരുടെ മുമ്പിൽ എന്താണ് പുതിയതായിട്ടൊന്ന് പറയുക? എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രശ്നം കൂടി, ഒരു പുസ്തകം കുറച്ച് എഴുതി, അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് പലപ്പോഴും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, പരിചയമുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ വരുന്നത്. അതിന് മുൻകൂട്ടി ഒരു ക്ഷമാപണം ചെയ്യുന്നു. അതല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് നളചരിതം 20-ാം നൂറ്റാണ്ടിലാണ് വ്യാപകമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയത് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഉണ്ടാവില്ല. APS മേനോൻ കഥകളി രംഗത്തിലും അതുപോലെ MKK നായർ ഈ കൈമനം കൃഷ്ണക്കൈമളുടെ നളചരിത സന്ദേശത്തിൻ്റെ അവതാരികയിലും ഒക്കെ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നളചരിതം എഴുതപ്പെട്ട കാലത്ത് തന്നെ 18-ാം നൂറ്റാണ്ടിലാണ് 1744 പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നളചരിതം അരങ്ങേറിയിട്ടുണ്ട് എന്നൊരു രേഖ അവിടെ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. അത് ആറന്മുളയുള്ള ഒരു കഥകളി സംഘമാണ് തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചതെന്നും ആ രേഖയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ടെന്നല്ലാതെ ആ കാലഘട്ടത്തിലോ 18-ാം നൂറ്റാണ്ടിൻ്റെ പിൽക്കാലത്തോ 19-ാം നൂറ്റാണ്ടിലോ ഒന്നും വ്യാപകമായ തോതിൽ നളചരിതം അരങ്ങേറിയതിന് തെളിവുകളില്ല. അതേസമയത്ത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തോടു കൂടി 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തോടു കൂടി ഇതര കഥകളെ അപേക്ഷിച്ച് കൂടുതൽ കേരളത്തിൽ വ്യാപകമായി നളചരിതത്തിന് ഒരു അരങ്ങ് സൗഭാഗ്യം ലഭിക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ടിരുന്ന, പരാമർശിക്കപ്പെട്ടിരുന്ന ഒരു നളകഥ, നളചരിതം കിളിപ്പാട്ടാണ്. അത് കുഞ്ചൻ നമ്പ്യാരുടേതാണെന്ന് ചിലർ വിശ്വസിക്കുന്നു, കുഞ്ചൻ നമ്പ്യാരുടേതല്ല എന്ന് പറയുന്നവരുണ്ട്. നമ്മുടെ പഴയ പല കൃതികളെ സംബന്ധിച്ച് ആരാണ് അതിൻ്റെ കർത്താവ് എന്നുള്ള കാര്യം വളരെ കണിശമായിട്ട് പറയാൻ കഴിയില്ല. ഉള്ളൂര് സാഹിത്യചരിത്രത്തിൽ പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ വരുന്നതിന് മുമ്പ് കൊച്ചി രാജ്യത്ത് കുറച്ചു കാലം താമസിച്ചിരുന്നെന്നും അങ്ങനെ കൊച്ചി രാജ്യത്ത് താമസിച്ചിരുന്ന സമയത്താണ് നളചരിതം കിളിപ്പാട്ട് അദ്ദേഹം രചിച്ചതെന്നും പിന്നെ അമ്പലപ്പുഴ എത്തി തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷമാണ് നളചരിതം തുള്ളൽ രചിച്ചതെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും 19-ാം നൂറ്റാണ്ടിൽ ഉദ്ധരിക്കപ്പെട്ടിരുന്ന നളകഥ എന്ന് പറയുന്നത് മുഖ്യമായിട്ടും കിളിപ്പാട്ടാണ്. ഗുണ്ടത്തിന്റെ നിഘണ്ടുവിൽ നളചരിതത്തിന്റെ സൂചനകൾ പലതും നള എന്നുള്ള വാക്ക് നമുക്ക് കാണാം. അത് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഈരടികളെല്ലാം തന്നെ കിളിപ്പാട്ടിലെ ഈരടികളാണ്. അതേസമയം 20-ാം നൂറ്റാണ്ടിലോ ഇന്നോ ഒക്കെ നളചരിതം എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് നളചരിത ആട്ടക്കഥ മാത്രമേ മനസ്സിൽ വരുള്ളൂ. വേറെ എത്രയോ നളചരിതങ്ങളുണ്ട്. നളചരിതം എന്ന പേരിൽ തന്നെ കിളിപ്പാട്ടുണ്ട്, തുള്ളലുണ്ട്, മറ്റ് പല രൂപത്തിൽ എഴുതിയിട്ടുള്ള പാട്ടുകളുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ മനസ്സിൽ വരില്ല, ആട്ടക്കഥ തന്നെ മനസ്സിൽ വരും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കാലഘട്ടം ആയതോട് കൂടിയിട്ട് 20-ാം നൂറ്റാണ്ടായി, 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യഘട്ടവും അതിനുശേഷമൊക്കെ ആയതോട് കൂടിയിട്ട് നളചരിതം എന്ന് പറഞ്ഞാൽ ആട്ടക്കഥയാണ് എന്ന് ഉറപ്പിക്കത്തക്ക തരത്തിൽ അതിന് വലിയൊരു പ്രാധാന്യം നമ്മുടെ ആസ്വാദക മണ്ഡലത്തിലും അതുപോലെ തന്നെ പൊതുബോധത്തിലും ഉണ്ടായി എന്നാണ് അതിൻ്റെ ഒരു സൂചന. അങ്ങനെ നിരന്തരം അവതരിപ്പിക്കപ്പെടുകയും അതിനെപ്പറ്റി ആലോചിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള, അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യാപകമായ ഒരു പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഒരു കഥയെപ്പറ്റിയാണ് ഇവിടെ പറയേണ്ടത്. അതിൻ്റെ കഥാപരമായ കാര്യങ്ങളെപ്പറ്റി ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പേ പറഞ്ഞതുപോലെ കളി കണ്ട് അതുപോലെ പാട്ട് കേട്ട് ഒക്കെ പരിചയമുള്ള ഒരു സദസ്സ് തന്നെയാണ് ഈ മുമ്പിലിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഇതിവൃത്തത്തെ പറ്റിയോ കഥാഗതിയെപ്പറ്റിയോ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതേസമയം
എന്തുകൊണ്ട് നളചരിതം പോലെ ഒരു കൃതി നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും അന്വേഷിക്കുകയും വീണ്ടും വീണ്ടും ആ കൃതിയിലേക്ക് തിരിച്ചു ചെല്ലുകയും ചെയ്യുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. എത്രയോ കൃതികൾ എഴുതപ്പെടുന്നു സാഹിത്യത്തിൽ, അതുപോലെ തന്നെ രംഗകലയുടെ ഭാഗമായിട്ട് എഴുതുന്ന കൃതികൾ, ഇതൊക്കെ എത്രയോ എഴുതപ്പെടുന്നു. പക്ഷേ അതിൽ ചിലതിന് ഒരു ദീർഘകാലത്തെ ജീവിതം, അത് എഴുതിയ കാലത്തുള്ളതിനേക്കാൾ കൂടുതലായിട്ട് പിൽക്കാലത്ത് വലിയൊരു ജീവിതം വരുന്നുണ്ട് എന്നാണെങ്കിൽ, അത് എഴുതപ്പെട്ട കാലത്ത് തന്നെ ഈ ഭാവിയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ പിൽക്കാലങ്ങളെ പറ്റിയുള്ള ചില സൂചനകൾ, ചില ഉള്ളറിവുകൾ അത് എഴുതിയ വ്യക്തിക്ക്, ആ വ്യക്തിയെ കൊണ്ട് അത് എഴുതിച്ച സമൂഹത്തിന് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. 18-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് കേരളീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരിവർത്തനത്തിൻ്റെ കാലമാണ്. സാധാരണ നിലയിൽ നമ്മൾ പറയാറുള്ളത് നമ്മുടെ ആധുനികത 19-ാം നൂറ്റാണ്ടോടുകൂടി തുടങ്ങി, 19-ാം നൂറ്റാണ്ട് രണ്ടാം പകുതിയോടുകൂടി തുടങ്ങി. ഇപ്പോൾ ഇന്ദുലേഖ പോലെയുള്ള നോവലുകൾ, അതുപോലെ കേരളവർമ്മയുടെ ശാകുന്തള വിവർത്തനവും ഒക്കെ സാഹിത്യത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, അങ്ങനെ അതോട് കൂടിയിട്ട് പിന്നെ മിഷണറിമാരുടെ പ്രവർത്തനമുണ്ട്, പുതിയ നോവലുകളുണ്ട്. അങ്ങനെ ആധുനികതയുടെ ഒരു തുടക്കം 19-ാം നൂറ്റാണ്ടോട് കൂടിയാണെന്ന് പറഞ്ഞാലും ഈ 19-ാം നൂറ്റാണ്ടിൽ വെളിപ്പെട്ടു വരുന്ന ആശയങ്ങൾ, 19-ാം നൂറ്റാണ്ടിൽ വെളിപ്പെട്ടു വരുന്ന ആധുനികതയിൽ അതിൻ്റെ ഒരു എന്താണ് പറയേണ്ടത്, അതിൻ്റെ ഒരു പണിശാല ഈ 18-ാം നൂറ്റാണ്ടിൽ തന്നെ രൂപം കൊണ്ട് തുടങ്ങിയിരുന്നു എന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ പല ഗവേഷകരും, ചരിത്ര ഗവേഷകരും ഏർലി മോഡേൺ എന്ന ഒരു സങ്കല്പം ചരിത്ര ഗവേഷണത്തിൽ വളരെ പ്രധാനമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഏർലി മോഡേൺ ആധുനികതയുടെ ഒരു ആദ്യഘട്ടം. ഈ ആധുനികതയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ 18-ാം നൂറ്റാണ്ടിൽ വലിയ പരിവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന ധാരാളം രേഖകളൊക്കെ വെച്ചിട്ടുള്ള അന്വേഷണങ്ങൾ മലയാളത്തിലല്ല, മലയാളത്തെ ബേസ് ചെയ്തിട്ട് നടക്കുന്നുണ്ട്. അത്ര തന്നെ നമുക്ക് രേഖാപരമായിട്ടുള്ള തെളിവുകൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള സാഹിത്യകൃതികളെ, സാഹിത്യത്തെ മാത്രം മുൻനിർത്തിയിട്ടാണ് പറയുന്നത്, സാഹിത്യകൃതികളെ മുൻനിർത്തി നോക്കിയാൽ ഒരു വീർപ്പുമുട്ടലിൻ്റെ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പരിവർത്തനത്തിൻ്റെ, ഒരു മാറ്റത്തിൻ്റെ ഒക്കെ ആദ്യ അങ്കുരങ്ങൾ 18-ാം നൂറ്റാണ്ടിലെ പലതരത്തിലുള്ള വ്യവസ്ഥാ ശൈഥില്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് ഏറ്റവും തുറന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലുകളിൽ തന്നെയാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കുഞ്ചൻ നമ്പ്യാരുടെ ഏത് തുള്ളൽ കഥ എടുത്താലും അതിൽ ഈ വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള ശൈഥില്യം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഈ വ്യവസ്ഥാ ശൈഥില്യത്തിൽ വലിയ ഉത്കണ്ഠയില്ലാത്ത ഒരു സ്വരമാണ് തുള്ളൽ കഥകളുടെ ഒരു കർത്തൃസ്വരം എന്ന് പറയാം. അദ്ദേഹത്തിന്, കുഞ്ചൻ നമ്പ്യാർ എന്ന് നമുക്ക് പേര് കൊടുത്താൽ, അദ്ദേഹത്തിന് ഒന്നിനോടും പ്രത്യേകിച്ചൊരു മമതയില്ല, ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു വിരോധവും ഇല്ല. അപ്പോൾ വലിയ പരിവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ ഈ പരിവർത്തനങ്ങൾക്ക് ഒരു സാക്ഷിയായി നിൽക്കുന്ന സ്വഭാവമാണ് കുഞ്ചൻ നമ്പ്യാരിൽ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. നമുക്കിഷ്ടം പോലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകളെല്ലാം എടുത്തു വെച്ചാൽ ഏത് വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന ആളാണെന്ന് പറയാനും കഴിയുന്ന ഈരടികൾ അതിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയും. ഇപ്പം നിലവിലുള്ള ജാതി വ്യവസ്ഥയെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടെന്ന് പറയാനുള്ള ഇതുണ്ട്, ജാതി വ്യവസ്ഥയെ അദ്ദേഹം നിഷേധിക്കുന്നു എന്ന് പറയാനുള്ള ഈരടികൾ നമുക്ക് കിട്ടും. അദ്ദേഹത്തിൻ്റെ വിശ്വാസം തെളിയിക്കാനുള്ള ഈരടികൾ കിട്ടും, വിശ്വാസരാഹിത്യം തെളിയിക്കാനുള്ള ഈരടികൾ കിട്ടും. ഇങ്ങനെ നമുക്ക് പ്രധാനമെന്ന് തോന്നുന്ന പല ചിന്താ പദ്ധതികളെയും അനുകൂലിക്കുന്ന ഈരടികൾ നമുക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും എടുക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം ഒന്നിനോടും അദ്ദേഹം ചേർന്ന് നിൽക്കുന്നു എന്നല്ല. അത് എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു കാരണം എനിക്ക് തോന്നുന്നത്, വലിയ തോതിലുള്ള പരിവർത്തനങ്ങൾ, വലിയ തോതിലുള്ള മാറ്റം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണമെന്ന് വെച്ചാലും കഴിയാത്തതുപോലെയുള്ള വലിയ മാറ്റങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പോർച്ചുഗീസുകാരുടെ വരവോട് കൂടിയിട്ട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും മതജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ പറ്റി നമുക്ക് സാമാന്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നിഷേധാത്മകമായി മാത്രം കാണേണ്ട ഒരു കാര്യമാണ് എന്നതും പറയേണ്ടതില്ല. നിഷേധാത്മകം പോലെ തന്നെ അതിന് വിദ്യാത്മകമായിട്ടുള്ള ഒരു ഘടകവും അതിനുണ്ട്. എന്തായാലും ശരി, ഇങ്ങനെയുള്ള വലിയ പരിവർത്തനങ്ങളെ അഭിമുഖീകരിച്ച 18-ാം നൂറ്റാണ്ടിലാണ് ഉണ്ണായി വാര്യർ ഈ ആട്ടക്കഥ എഴുതുന്നത്. കുഞ്ചൻ നമ്പ്യാർ വളരെ തുറന്ന മട്ടിലാണ് ഈ വ്യവസ്ഥാ ശൈഥില്യത്തെപ്പറ്റി എഴുതുന്നതെന്നാണെങ്കിൽ വളരെ കണ്ടൻസ് ചെയ്തിട്ട് വ്യക്തിയുടെ വികാര ലോകങ്ങളിലേക്കും വികാര ജീവിതത്തിലേക്കും വളരെ സാന്ദ്രീകരിച്ചെടുത്തിട്ടാണ്
ഉണ്ണായി വാര്യർ നളചരിത ആട്ടക്കഥയിൽ ഇതെഴുതുന്നത്. ഒരേ കാര്യം തന്നെ രണ്ടു പേര് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഇങ്ങനെ ഈ 18-ാം നൂറ്റാണ്ടിൽ വ്യത്യസ്തമായ രീതിയിൽ രണ്ടുപേര് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം വലിയ മാറ്റം, വലിയ പരിവർത്തനം ഈ കാലത്ത് നടക്കുന്നു എന്ന് തന്നെയാണ്. അപ്പം അന്നെന്നതിനേക്കാൾ കൂടുതൽ ആ പരിവർത്തനത്തിൻ്റെ അന്തസ്സത്ത പിൽക്കാലം ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് കൂടി പിൽക്കാലത്ത് നളചരിതം ആട്ടക്കഥയ്ക്ക് വന്നിട്ടുള്ള പ്രചാരവും അതുപോലെ തന്നെ നളചരിതം കഥകളിക്ക് അരങ്ങത്ത് വന്നിട്ടുള്ള പ്രചാരവും നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരിക്കണം അങ്ങനെയാണെങ്കിൽ? നമുക്ക് നളചരിത ആട്ടക്കഥയെ മുൻനിർത്തിയിട്ട് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ എന്താണ് ആ മാറ്റത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തായിരിക്കും? ഒന്ന് രണ്ട് കാര്യം. ഇപ്പം നളോപാഖ്യാനം എന്ന മഹാഭാരതത്തിലെ ഇതിവൃത്ത ഭാഗമാണ് ഉണ്ണായി വാര്യർ നളചരിത ആട്ടക്കഥയ്ക്ക് അടിസ്ഥാനമാക്കിയതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നളോപാഖ്യാനം മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഷകളിലും പ്രാദേശിക ഭാഷകളിലേക്ക് പകർത്തപ്പെട്ട ഒരു ഉപാഖ്യാനമാണ് നളോപാഖ്യാനം. മഹാഭാരതത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ വന്നിട്ടുള്ളത് ശാകുന്തളമായിരിക്കും. പക്ഷെ ശാകുന്തളം പോലെ തന്നെയോ അല്ലെങ്കിൽ ശാകുന്തളത്തിന് തൊട്ട് താഴെ നളോപാഖ്യാനവും അങ്ങനെ പ്രാദേശിക ഭാഷകളിലേക്ക് വന്നിട്ടുള്ളതാണ്. മലയാളത്തിൽ തന്നെ നളകഥയുടെ പ്രചാരത്തിന്, നളകഥ പറയുന്നതിന് വലിയ ഒരു പാരമ്പര്യമുണ്ട്. ഏതാണ്ട് 14-ാം നൂറ്റാണ്ട് മുതൽ അത് തുടങ്ങി എന്ന് നമുക്ക് ലിഖിത തെളിവുകൾ വെച്ച് പറയാം. ലിഖിതമല്ലാത്ത തെളിവുകൾ ചിലപ്പോൾ വേറെ ഉണ്ടാവും, പക്ഷെ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കില്ലല്ലോ. ലിഖിതമായ തെളിവുകൾ നോക്കിയാൽ തന്നെ 14-ാം നൂറ്റാണ്ട് മുതൽ അത് വരുന്നുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ഭാരതഗാഥ, ഭാരതത്തെ വളരെ സംക്ഷേപിച്ച് ഈ നിരണം കവികളിൽ ഒരാളായ ശങ്കരൻ എഴുതിയ ഭാരതഗാഥയിൽ നളകഥ വളരെ ചുരുക്കത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഭാഷാ നൈഷധൻ ചമ്പു ഒരു 15-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിൽ വരുന്നുണ്ട്. പക്ഷെ ഒരു 18-19 നൂറ്റാണ്ടുകളിലാണ് നളകഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ധാരാളം ആവിഷ്കരണങ്ങൾ വരുന്നത്. അത് ആട്ടക്കഥ പോലെയുള്ള ഒരു, നമുക്ക് ഒരർത്ഥത്തിലൊരു മേജർ എന്ന് പറയാവുന്ന ഒരു ജനുസിൽ മാത്രമല്ല, അല്ലെങ്കിൽ തുള്ളൽ പോലെ ഒരു കിളിപ്പാട്ട് പോലെയൊക്കെയുള്ള മേജർ ജാനറുകളിൽ മാത്രമല്ല, ഊഞ്ഞാൽപ്പാട്ടായിട്ടും അതുപോലെ തന്നെ കൈകൊട്ടിക്കളിപ്പാട്ടായിട്ടും ഒക്കെ ഒരു മൈനർ പദവി കൊടുക്കാവുന്ന ധാരാളം ജനസുകളിലും ഈ കഥ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ വലിപ്പ വ്യത്യാസം ഇല്ലാതെ, ഉയർന്നതെന്നോ താഴ്ന്നതെന്നോ വ്യത്യാസം ഇല്ലാതെ ഈ കഥയുമായി ബന്ധപ്പെടാനുള്ള അല്ലെങ്കിൽ ഈ കഥയുമായി ഒരു വിനിമയം ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹം അന്ന് ഉണ്ടായിരുന്നുവെന്ന് നമുക്കതിൽ നിന്ന് സാമാന്യമായിട്ട് നിഗമനം ചെയ്യാം. ഇതിൻ്റെയൊക്കെ തെളിവുകൾ നമുക്ക് ഈ തിരുവനന്തപുരത്തെ ഹസ്തലിഖിത ഗ്രന്ഥശാലയിൽ നിന്ന് നമുക്ക് കിട്ടും. അത് കുറച്ച് കോപ്പികൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ. പക്ഷേ എങ്കിലും പല സ്ഥലത്തു നിന്ന് കിട്ടിയിട്ടുള്ള താളിയോല പകർപ്പുകളും കടലാസ് പകർപ്പുകളും ആയതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് ആ കാലത്ത് നിലനിന്നിരുന്നു എന്ന് പറയാം. ഇങ്ങനെ ധാരാളമായിട്ട് ആഖ്യാനം ചെയ്യപ്പെട്ടിരുന്ന നളകഥയിൽ നിന്ന് നളചരിത ആട്ടക്കഥയ്ക്കുള്ള ഒരു പ്രത്യേകത, ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രാഥമികമായിട്ട് നോക്കിയാൽ മഹാഭാരതത്തിലെ നളോപാഖ്യാനത്തെ ഏതാണ്ട് അങ്ങനെ തന്നെ പിന്തുടരുന്ന ഒരാഖ്യാനമാണ് ആട്ടക്കഥയിൽ സ്വീകരിച്ചിട്ടുള്ളത്. മറ്റ് പലതിലും അങ്ങനെയല്ല. പലതിലും സ്വയംവരം വരെ, ആദ്യത്തെ സ്വയംവരം വരെ ഉള്ള കഥ മാത്രമാണ് പറയുന്നത്. നളചരിതം കിളിപ്പാട്ടാണ് ഏതാണ്ട് പൂർണ്ണമായിട്ട് എന്ന് പറയാം. പക്ഷേ ഈ പൂർണ്ണമായിട്ടുള്ള കിളിപ്പാട്ട് 4 പാദങ്ങളായിട്ടാണ് കിളിപ്പാട്ട് തിരിച്ചിട്ടുള്ളത്. അതിൽ ഒരു പാദം മുഴുവൻ സ്വയംവര വർണ്ണനയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ബാക്കി ഭാഗങ്ങളെല്ലാം വളരെ ചുരുക്കത്തിൽ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നളചരിതം നോക്കിയാൽ അറിയാം, നളചരിതത്തിൽ സ്വയംവരം ഇപ്പോൾ അടുത്ത മാസമാണല്ലോ സ്വയംവരം ഉൾപ്പെടുന്ന ഭാഗം, 1-ാം ദിവസത്തെ ഇവിടെ അവതരിപ്പിക്കുന്ന അടുത്ത മാസമാണ്. അത് നളചരിതത്തിലെ ആട്ടക്കഥയിലെ വളരെ ചെറിയൊരു പോർഷൻ മാത്രമാണ്. സ്വയംവരവും സ്വയംവരാനന്തരമുള്ള ഒരു ഒന്നിച്ച് ജീവിക്കുന്ന ആ ഘട്ടവും എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആഖ്യാന സ്ഥലം, അതിന് കൊടുത്തിട്ടുള്ള ആഖ്യാന സ്ഥലം, അത് വിവരിക്കുന്നതിന് കൊടുത്തിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതേസമയം ഈ സ്വയംവരം വരെ എത്തിച്ചേരുന്നതിന് മുമ്പ് 2 കഥാപാത്രങ്ങളുടെയും മാനസിക ജീവിതത്തിൻ്റെ പലതരം പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിനുശേഷം വനവാസവും പിന്നെ ഓരോരുത്തരും നേരിടുന്ന അവസ്ഥകളുമാണ് ഇതിലേറ്റവും കൂടുതൽ സ്ഥലമെടുത്ത് ഈ നളചരിത ആട്ടക്കഥയിൽ വർണ്ണിച്ചിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതര നളകഥകളിലൊന്നും തന്നെ അങ്ങനെയല്ല. ഇപ്പോൾ വളരെ സന്തുഷ്ടമായ ഒരു ജീവിതത്തിന് ഊന്നൽ കൊടുത്ത് എഴുതപ്പെടുന്ന ധാരാളം ജനുസുകൾ നിലനിൽക്കെ തന്നെ ഈ സന്തുഷ്ട ജീവിതം എന്നതിനെ അല്പം ഒന്ന് സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഈ സന്തോഷം അനുഭവിക്കുന്നതിൻ്റെ മുൻപും പിൻപുമുള്ള പ്രതിസന്ധികളെയും സംഘർഷങ്ങളെയും ദുഃഖങ്ങളെയും
പ്രധാന സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ടുവരുന്നു എന്നതാണ് നളചരിതം ആട്ടക്കഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നളോപാഖ്യാനത്തിൽ തന്നെ ബൃഹദശ്വൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണെന്ന് എല്ലാവർക്കും അറിയാം. ബൃഹദശ്വൻ വരുമ്പോൾ യുധിഷ്ഠിരൻ പറയുന്ന ഒരു കാര്യം, പാരിലെങ്ങാനും എന്നെക്കാൾ ഭാഗ്യം കെട്ടൊരു മന്നനെ കണ്ടിട്ടുണ്ടോ ഭവാൻ, കേട്ടിട്ടുണ്ടോ വല്ലപ്പോഴും വിഭോ, എന്നെക്കാൾ ദുഃഖിച്ചവൻ ഇല്ലെന്നു നിർണയം എന്നാണ്. പാരിലെങ്ങാനും എന്നെക്കാൾ ഭാഗ്യം കെട്ടൊരു മന്നനെ, യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, എന്നെക്കാൾ ഭാഗ്യഹീനനായ ഒരു രാജാവിനെ അങ്ങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മുനിമാർ എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാണല്ലോ. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് മാത്രമല്ല, കണ്ടിട്ടില്ലെങ്കിൽ തന്നെ ഇനി കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ? എന്നേക്കാൾ ദുഃഖിച്ച ഒരാൾ വേറെ ഇല്ല. അപ്പം ഈ അവസ്ഥ ആയിരിക്കണം ഒരു പക്ഷേ ഉണ്ണായി വാര്യരെ ആകർഷിച്ചത്. എന്നേക്കാൾ ദുഃഖിച്ച ഒരാളാണ്, യുധിഷ്ഠിരനേക്കാൾ ദുഃഖിച്ച ഒരാളാണ് നളൻ. ആ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുകയും വലിയ ദുഃഖം അനുഭവിക്കുകയും ചെയ്തു എന്നതാണ് ഉണ്ണായി വാര്യരെ ഇതിലേക്ക് നയിച്ചത് എന്ന് മനസ്സിലാക്കാൻ നളചരിത ആട്ടക്കഥ പല തെളിവുകളും നമുക്ക് തരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ശോഭനമായ വശങ്ങൾക്ക് എന്നതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൻ്റെ ഇരുണ്ട വശങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇത് ആസ്വദിച്ച് കാണുമ്പോൾ രംഗത്തും വേഷങ്ങളായി കലിവേഷമായിട്ടും ഒക്കെ വരുന്നത് നാം ആസ്വദിച്ച് കാണുകയാണെങ്കിലും ഒരല്പം ഒന്ന് മാറി നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇത് ഈ കഥാപാത്രങ്ങളുടെ ജീവിതത്തെ അല്പം ഒന്ന് പിന്തുടർന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെപ്പോഴും ഒരു കരിപുരണ്ട ജീവിതങ്ങൾക്കാണ് ഒരു മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം. അവസാനം ഇത് ശുഭപര്യവസായി ആവുന്നു എന്നുള്ളത് ശരിയാണ്. എങ്കിലും ഈ ശുഭപര്യവസാനം എന്ന് പറയുന്ന ഒരു പര്യവസാനം മാത്രമാണ്. യഥാർത്ഥത്തിൽ നേരിടുന്ന ജീവിതം എന്ന് പറയുന്നത് ദുഃഖഭൂയിഷ്ടമായ ഒരു ജീവിതമാണ് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ദുഃഖഭൂയിഷ്ടമായ ജീവിതം നേരിടുന്നതാകട്ടെ വലിയ പ്രതാപവും ഐശ്വര്യവും ഒക്കെ അനുഭവിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. ഇപ്പം നിലപ്പദത്തിൽ തന്നെ നോക്കിയാൽ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നളനെ വർണ്ണിക്കുന്നുണ്ടല്ലോ. ശ്ലോകത്തിലും പിന്നെ വരുന്ന നിലപ്പദത്തിലും നളനെ വർണ്ണിക്കുന്ന വിശേഷണ പദങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ ഐശ്വര്യത്തിലിരുന്ന ആളാണ് അല്ലെ. പരമപാവന കീർത്തിഭൂമാവായിരുന്നു. അതുപോലെ തന്നെ നീതിശാലിയായിരുന്നു. നാഗോപമമായ നിഷധ നിവൃത്തി, നിഷധ രാജ്യത്ത് ജീവിച്ചിരുന്ന ആളാണ്. നീതിശാലിയാണ്, രതീശ സുഭകനാണ്. ഇപ്രകാരമെല്ലാം ജീവിച്ച ആളാണ്. ദമയന്തി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ നിലയിൽ ഉയർന്ന പദവിയിലും ഐശ്വര്യത്തിലും ജീവിച്ചിരുന്ന ആളുകളുടെ പിന്നീടുള്ള ജീവിതത്തെ നോക്കുമ്പോൾ ഈ ഐശ്വര്യത്തിൽ നിന്ന് പച്ചയായ ഒരു ജീവിതത്തിലേക്ക്, വളരെ നഗ്നമായ ഒരു ജീവിതത്തിലേക്ക് എടുത്തെറിയപ്പെട്ടതുപോലെയുള്ള അനുഭവമാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ എന്നെക്കാൾ ദുഃഖിച്ച ഒരാൾ എന്ന്, യുധിഷ്ഠിരനേക്കാൾ ദുഃഖിച്ച ഒരാൾ എന്നതായിരിക്കണം ഒരു പക്ഷേ നളചരിതം ആട്ടക്കഥ പോലെ ഒരു കൃതി എഴുതാൻ ഉണ്ണായി വാര്യരെ പ്രേരിപ്പിച്ച ഒരു സംഗതി എന്ന് ആ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ, നളചരിത ആട്ടക്കഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ അതുതന്നെ ആയിരിക്കണം പിൽക്കാലം നളചരിതത്തിലേക്ക് കൂടുതൽ ആട്ടക്കഥയിലേക്ക് കൂടുതൽ തിരിഞ്ഞു നോക്കാനുള്ള ഒരു കാരണവും അതുതന്നെ ആയിരിക്കണം. ഇപ്പം നമ്മളുടെ സാഹിത്യത്തിൻ്റെ ഒരു ചരിത്രം ലഘുവായിട്ടൊന്ന് പരിഗണിച്ചാൽ തന്നെ 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലോ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന സാഹിത്യകൃതികളാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ സാഹിത്യകൃതികൾ എന്ന നിലയിൽ വായിക്കുന്ന കൃതികൾ ഒന്നിലും തന്നെ ഇതുപോലെ വളരെ ഉത്കടമായ ദുഃഖത്തിൻ്റെയോ വളരെ അടിസ്ഥാനപരമായ സങ്കടങ്ങളുടെയോ ചിത്രീകരണം താരതമ്യേന കുറവായിരിക്കും. അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഒരു 18-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ട് വരെയുള്ള നമ്മുടെ ഒരു പൊതു ബോധത്തെക്കുറിച്ച് എഴുതപ്പെട്ട സാഹിത്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്, അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എഴുതപ്പെടാത്തതിൽ ധാരാളം വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ആ വ്യത്യസ്തമായ അനുഭവങ്ങൾ പക്ഷെ നമുക്ക് ഇന്ന് തെളിവ് വെച്ച് പറയാൻ കഴിയില്ല. തെളിവ് വെച്ച് പറയാൻ കഴിയുന്ന സാഹിത്യത്തെ മുൻനിർത്തി നോക്കിയാൽ ഒരു തരത്തിലുള്ള വിധിവിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. വിധിയെ മറുത്തു പോവാൻ സാധ്യമല്ല. അപ്പം കഥകളിൽ തന്നെ പറയുന്ന പോലെ വിധിമതം നിരസിച്ചിടാമോ വിദഗ്ധന്മാർക്കും ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിദഗ്ധന്മാർക്ക് പോലും നിരസിക്കാൻ കഴിയാത്ത വിധിമതം എന്ന് പറയുന്നത് അന്നത്തെ ഒരു ഐഡിയോളജിയാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ ഐഡിയോളജി യഥാർത്ഥത്തിൽ ഒരു അധികാരമായിട്ട് വർത്തിക്കുകയുമാണ്. ഏത് സമൂഹത്തിലും ഐഡിയോളജികൾ അധികാരമായിട്ടാണ് വർത്തിക്കുന്നത്. ആ അധികാരത്തെ
സ്വീകരിക്കാനുള്ള ഒരു ആശയ വ്യവസ്ഥ ഒരുക്കി കൊടുക്കുകയാണ് ആശയ സംഹിതകൾ, ഐഡിയോളജികൾ ചെയ്യുന്നത്. അപ്പം ഈ വിധിവിശ്വാസം എന്ന് പറയുന്ന ഒരു ആശയ സംഹിതയിൽ ജീവിച്ചു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള അനുഭവങ്ങളാണെങ്കിലും അത് വലിയ കഷ്ടതകളായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ സന്തോഷങ്ങളായിക്കോട്ടെ, സന്തോഷം താരതമ്യേന കുറവായിരിക്കുമല്ലോ, ജീവിതത്തിൻ്റെ സ്ഥിതി തന്നെ അങ്ങനെയല്ലേ. അപ്പോൾ അത് സഹിക്കാനുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ള ഒരു എന്താണ് പറയേണ്ടത്, ഒരു സേഫ്റ്റി വാൽവ് എന്ന നിലയിൽ ഈ ഐഡിയോളജി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഐഡിയോളജിയോട് ഒന്ന് മാറി നിന്നിട്ട് അല്പം ഒന്ന് മറുത്തു നോക്കാനുള്ള അല്ലെങ്കിൽ അതിനെ ഒന്ന് പിടിച്ച് കുലുക്കാനുള്ള ഒരു ശ്രമമാണ് 18ാം നൂറ്റാണ്ടിൽ ഉണ്ണായി വാര്യർ ചെയ്യുന്നതെന്ന് പറയാം. ഇങ്ങനെ ഒരു ഐഡിയോളജിയാണ് ഉള്ളതെങ്കിൽ ശരി, അതിൽ ഈ കഷ്ടപ്പാടിനെ ഒന്ന് അടുത്തു നിന്ന് നോക്കിയാൽ എന്താണ്, ഈ ദുഃഖങ്ങളെ ഒന്ന് അടുത്തു നിന്ന് നോക്കിയാൽ അതെന്തായിരിക്കും, എങ്ങനെയാണ് അനുഭവത്തിൽ ആ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും സംഘർഷങ്ങളും എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്, അതിനെ ഒന്ന് വിശദമായി നോക്കാനുള്ള ഒരു ശ്രമം അക്കാലത്ത് നടത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്ന് പലരും നടത്താത്ത ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അതെന്തുകൊണ്ട് അങ്ങനെ നടത്തി, എന്തുകൊണ്ട് അങ്ങനെ എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറയാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, പലരും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതുപോലെ ജീവിച്ച എത്രയോ ആളുകളുണ്ടാവും. അങ്ങനെ പലരും ഉണ്ടെങ്കിലും അവർക്കാർക്കും തോന്നാത്തതുപോലെ ഇത് രേഖപ്പെടുത്തി വയ്ക്കാനുള്ള ഒരു വലിയൊരു ത്വര അദ്ദേഹത്തിന് ഉണ്ടായി. ഇങ്ങനെയുള്ളൊരു ജീവിതത്തിൻ്റെ കഷ്ടനഷ്ടങ്ങളിലൂടെയുള്ള മനോജീവിതം എന്ന് പറയാം, മാനസിക ജീവിതം എന്ന് പറയാം. മാനസിക ജീവിതത്തിൻ്റെ ആവിഷ്കാരങ്ങൾക്ക് പിൽക്കാലത്ത് നമ്മുടെ സാഹിത്യത്തിലും വലിയ പ്രാധാന്യം ഉണ്ടായി. അത് ആധുനികതയോട് കൂടിയിട്ടാണ്. പാശാൻ്റെ കവിതകൾ വരുന്നു, അല്ലെങ്കിൽ നോവലുകൾ വരുന്നു, നാടകങ്ങൾ വരുന്നു. ഇതൊക്കെ വരുന്നതോട് കൂടിയിട്ട് ഓരോ വ്യക്തിയും അവരുടെ ഉള്ളറകളിലേക്ക് നോക്കുമ്പോൾ, അവരുടെ അന്തർലോകങ്ങളിലേക്ക് നോക്കുമ്പോൾ അതിൽ ധാരാളം എന്താ പറയണ്ടേ, ഈ നിരപ്പുകേടുകൾ അതിൽ കാണാൻ കഴിയുകയാണ് ചെയ്യുന്നത്. അതിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും കാണാൻ കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നിരന്തരം നിരപ്പുകേടുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ പല വ്യക്തിത്വങ്ങൾ ഈ കഥയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നതായിട്ട് പിൽക്കാലത്ത് നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞതുകൊണ്ടായിരിക്കണം മിക്കവാറും അതിന് പിൽക്കാലത്ത് കൂടുതൽ ഒരു പ്രചാരം കിട്ടിയതും അത് ആസ്വദിക്കാവുന്ന ഒരു സമൂഹം ഉണ്ടായിത്തീർന്നതും അതുകൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, അതിലൂടെ കാണുന്ന ഒരു കഥാപാത്രങ്ങളെ നമുക്ക് വ്യക്തികളായി മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത. ഇപ്പോൾ സാധാരണ ആട്ടക്കഥകളെ പറ്റിയൊക്കെ പറയാറുള്ളത്, കഥകളിയിലെ കഥാപാത്രങ്ങളെ പറ്റിയും പറയാറുള്ളത്, അതിൽ കഥാപാത്രങ്ങളില്ല, ടൈപ്പുകളേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ സാഹിത്യ ചരിത്രങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ പൊതു ചർച്ചകളിലാണെങ്കിലും ഒക്കെ പറയാറുള്ള ഒരു കാര്യം, അതിൽ ടൈപ്പുകളേ ഉള്ളൂ. ഇപ്പോൾ കത്തി വേഷം അല്ലെങ്കിൽ പച്ച വേഷം, താടി വേഷം എന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് കഥാപാത്രമായാലും ശരി, ആ വേഷം ഒരൊറ്റ ഇതാണ്. അത് ഏതാണ്ട് നിശ്ചലത അതിനുണ്ട് എന്നൊരു സങ്കല്പത്തിലാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല കേട്ടോ. യഥാർത്ഥത്തിൽ അങ്ങനെ ടൈപ്പുകളെന്ന് മുദ്ര കുത്തപ്പെട്ടാൽ പോലും അതിൻ്റെ ഉള്ളിൽ വ്യത്യാസങ്ങളുണ്ട്, അവരുടെ പ്രവൃത്തികൾക്ക് വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ ഈ ടൈപ്പുകൾ എന്ന് വകതിരിക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങൾ ധാരാളം ആട്ടക്കഥകളിലുണ്ടെന്ന് പറയാം. അതേസമയം ടൈപ്പുകളായി വകതിരിക്കാൻ അവർ വേഷം കെട്ടി വരുമ്പോൾ ചിലപ്പോൾ പച്ചവേഷവും കത്തിവേഷവും ഒക്കെ ആയിട്ടായിരിക്കും, എന്നാൽ പോലും ടൈപ്പുകളായി വകതിരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒതുക്കി വയ്ക്കാൻ കഴിയാത്ത ഒരു ജീവിതം ഉള്ള ആളുകളാണ് നളചരിതത്തിലെ കഥാപാത്രങ്ങളെല്ലാവരും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒരു പ്രത്യേകത. അതിൽ നായികാനായകന്മാർ മാത്രമല്ല, നേരെ മറിച്ച് അത്ര തന്നെ നായകത്വം ഇല്ലാത്ത കഥാപാത്രങ്ങളാണെങ്കിലും ഈ ഒരു സവിശേഷത അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. നളചരിതത്തിൻ്റെ ഒരു കാവ്യ ഗുണത്തെ പറ്റി അല്ലെങ്കിൽ സാഹിത്യ ഗുണത്തെ പറ്റി പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നമുക്ക് അതിനെ മുൻനിർത്തിയിട്ട്. ഒന്ന്, എന്തുകൊണ്ട് ഇതിപ്പോൾ ഒരു കവിത എന്ന നിലയിൽ നമുക്ക് ആധുനിക കാലത്ത് വായിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, മുമ്പേ പറഞ്ഞതുപോലെ ഈ മാനസിക ജീവിതത്തിൻ്റെ പലവിധം സംഘർഷങ്ങളെ അത് ആവിഷ്കരിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. ഇനി അങ്ങനെ ആവിഷ്കരിക്കുന്നത് തന്നെ ഇപ്പോൾ സാധാരണ മറ്റ് ആട്ടക്കഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനൊരു ഘടനാപരമായ പൂർണ്ണത നളചരിതത്തിന് കാണാൻ സാധിക്കും. ഇവിടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ഇതിൽ ഈ സ്വയംവരത്തിനും സ്വയംവരാനന്തരമുള്ള ജീവിതത്തിനും ആഖ്യാന സ്ഥലത്തിൽ വളരെ കുറച്ച് സ്ഥലമേ കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് കൂടുതൽ ആഖ്യാനം ചെയ്യുന്നതെന്നുള്ളത്. ഈ ആഖ്യാനത്തിലൂടെ ഒരു പൂർണ്ണത കൊടുക്കാൻ, ഇതിന് ഇതിവൃത്തപരമായിട്ടൊരു പൂർണ്ണത കൊടുക്കാൻ ഇതിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയം കഥകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കഥകളാണെങ്കിലും ഒക്കെ പൊതുവെ നോക്കിയാൽ അതിൽ
രംഗത്ത് വളരെ ശോഭിക്കുന്ന തരത്തിലുള്ള ബിംബങ്ങൾ അത് കൂട്ടിച്ചേർക്കുന്ന രംഗങ്ങളെ ഏതാണ്ട് കോർത്ത് വയ്ക്കുന്ന ഒരു രീതിയാണ് സാധാരണ നിലയിൽ കാണുന്നത്. കഥ എന്ന് പറയുന്നത് ഒരു താരതമ്യേന ശിഥിലമായിരിക്കും. ഇപ്പം അയഞ്ഞ ഒരു കെട്ട് എന്ന് പറയാം. കുറേ സാധനങ്ങൾ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് മുറുക്കി കെട്ടുകയല്ല, അയച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. ഈ അയച്ച് കെട്ടുന്നത് കൊണ്ട് തന്നെ അതിൽ നമുക്ക് പലതും കൂട്ടിച്ചേർക്കാൻ സാധിക്കും. അതിൽ നിന്ന് ഒന്നോ രണ്ടോ എടുത്ത് മാറ്റിയാലും വലിയ കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ രംഗത്തൊരു കഥകളി കാണുമ്പോൾ നമ്മൾ ആട്ടക്കഥയിലില്ലാത്ത എത്രയോ ഭാഗങ്ങൾ ആട്ടങ്ങളായിട്ട്, ഇളകിയാട്ടങ്ങളായിട്ട് നടന്മാരെ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ അതാണ് കൂടുതൽ ആസ്വദിക്കുന്നതെന്ന് വരാം. അപ്പം അങ്ങനെ ചേർത്താൽ പൊരുത്തത്തിന് വലിയ ഭംഗം വരാത്ത അയവ് അതിൻ്റെ ഘടനയ്ക്കുണ്ട്. അതേസമയം നളചരിതം നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അയവ് നമുക്ക് തോന്നില്ല. അയവിനേക്കാൾ കൂടുതൽ ഒരു മുറുക്കമാണ് അതിന് തോന്നുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് ഒരു വാക്കുപോലും എടുത്തു മാറ്റാൻ കഴിയില്ല. നളചരിതം രംഗപ്രയോഗ അർഹമല്ല, അതിൻ്റെ രംഗപ്രയോഗം ശരിയാവില്ല എന്ന് ഏറ്റവും വാചാലമായിട്ട് വാദിച്ചിരുന്ന ഒരാൾ കുമ്മിണി വാസവൻ നമ്പൂതിരിയാണ്. അദ്ദേഹം നളചരിത അരങ്ങത്ത് എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുറപ്പാട് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. അപ്പോൾ നളചരിതത്തിൻ്റെ രംഗപ്രയോഗാർഹതയെപ്പറ്റി ഏറ്റവും നിശിതമായിട്ടുള്ള വിമർശനം നടത്തിയിട്ടുള്ള ആൾ അദ്ദേഹമാണ്. വേറെ വല്ലതും നടത്തിയിട്ടുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് വായിക്കത്തക്ക രീതിയിൽ എഴുതി വെച്ചിട്ടുള്ള അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹം പോലും പറയുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു വാക്കുപോലും എടുത്തു മാറ്റാൻ കഴിയില്ല. അങ്ങനെ വാക്കുപോലും എടുത്തു മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ് രംഗത്ത് ശോഭിക്കാത്തത്. എങ്ങനെ ഈ ഓരോ വാക്കും അർത്ഥസാന്ദ്രമാണ് എന്നാണെങ്കിൽ ആ അർത്ഥസാന്ദ്രതയോടുകൂടി ഓരോ വാക്കും അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് സാധ്യമല്ല, പ്രായോഗികമായിട്ടത് നടക്കില്ല. അപ്പോൾ ആ അപ്രായോഗികതയാണ് ഇതിൻ്റെ അരങ്ങത്തെ പരാജയത്തിനൊരു കാരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അതിൻ്റെ അരങ്ങിനെ പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. തൽക്കാലം അതിലേക്ക് കടക്കാതെ ഈ അർത്ഥസാന്ദ്രതയെ പറ്റി പറയുകയാണെങ്കിൽ അത്രയേറെ അർത്ഥസാന്ദ്രമായ വാക്കുകൾ കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ശൈഥില്യം എന്ന് പറയുന്നത്, അയവ് എന്ന് പറയുന്നത് ഈ ആട്ടക്കഥയിൽ എവിടെയും കാണാൻ കഴിയില്ല. ഒന്ന് വന്നു പോകുന്ന ഒരു കഥാപാത്രത്തിന് പോലും വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം നിർവഹിക്കാനുണ്ടാവും, ഒരു ഭാഗം നിർവഹിക്കാനുണ്ടാവും. ഇപ്പോൾ പർവ്വതൻ എന്ന് പറയുന്ന സമ്പൂർണ്ണം അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ പർവ്വതൻ എന്ന് പറയുന്ന മുനി യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലുള്ളതാണ് ആ രംഗം. എന്താണ് ഇപ്പോൾ ഒരു റോൾ എന്താണ് പർവ്വതൻ എന്ന മുനിക്ക് എന്ന് ചോദിച്ചാൽ, പർവ്വതനും നാരദനും തമ്മിലുള്ള ആ സംഭാഷണം ഒരു ഭാഗം 1-ാം ദിവസത്തിലുണ്ടല്ലോ. അപ്പോൾ ഈ നാരദ പർവ്വത സംവാദം എന്ന് പറയുന്നത് ഇന്ദ്രലോകത്തേക്ക് അവർ പോകുമ്പോൾ നടത്തുന്ന സംവാദമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇനി ഒരു തിരിവ് കഥയ്ക്ക് വരാൻ പോവുകയാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യം മനസ്സിലാക്കും. 1-ാം ദിവസം ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹംസം വന്ന് ആദ്യം നളൻ്റെ അടുത്തും രണ്ടാമത് ദമയന്തിയുടെ അടുത്തും വന്ന് ദമയന്തിയെ കൊണ്ട് ഇളക്കി വെച്ചുറപ്പിച്ചല്ലോ, മനസ്സ് ഇളക്കി വെച്ചുറപ്പിച്ചതിന് ശേഷം ഈ കാര്യം നളനോട് പോയി പറഞ്ഞു. നളനോട് പോയിട്ട് ഇങ്ങനെ നിങ്ങളെ തമ്മിൽ ചേർത്തു മുതലായ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വരുന്നത് ഈ നാരദനും പർവ്വതനും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ ആ സ്ഥലത്ത് അത് വരുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നാം എന്തിനാ ഇപ്പം അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, രംഗത്തെ സംബന്ധിച്ച് അത്ര പ്രധാനമല്ല. എങ്കിൽ പോലും അത് വായിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് അതുവരെ ഇങ്ങനെ ഒരു ഒന്നിന് മേലൊന്നായിട്ട് പതുക്കെ ഇങ്ങനെ ഉയർന്നു പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു അഭിലാഷത്തിൽ നിന്ന് തുടങ്ങി ആ അഭിലാഷത്തിൻ്റെ ആവിഷ്കാരങ്ങളും രണ്ട് വശത്തു നിന്നുള്ള അഭിലാഷം വന്ന് ഏതാണ്ട് കൂർത്തി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അവിടുന്ന് ഒരു വ്യതിയാനം വരികയാണ് എന്നതിൻ്റെ സൂചന അവിടെ ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ഇന്ദ്രനോട് കാര്യം പറയുന്നു. അത് മാത്രമല്ല, ഈ ദമയന്തിയെ മുൻനിർത്തിയുള്ള കലഹത്തിലാണ് നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും, രാജാക്കന്മാരെല്ലാവരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ഉദ്ദേശിച്ചതുപോലെ അത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ ഇനി നടക്കില്ല എന്നുള്ളൊരു തോന്നൽ ആ ഒരു പദം കൊണ്ട് തന്നെ വന്നു കഴിഞ്ഞു. അപ്പം ഇതുപോലെ ഓരോ രംഗത്ത് നോക്കിയാലും, പദങ്ങൾ നോക്കിയാലും, അതിലെ കഥാപാത്രങ്ങൾ നോക്കിയാലും കഥാഗതിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിർവഹിക്കാൻ അവർക്കുണ്ട് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് മുമ്പേ പറഞ്ഞതുപോലെ അരങ്ങിനെ സംബന്ധിച്ച് ചിലപ്പോൾ അതൊരു പ്രശ്നവും ആയിരിക്കാം. കാരണം അത്രയും വിശദമായി അഭിനയിക്കാൻ കഴിയും. ഇപ്പോൾ കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ നളചരിത ആട്ടപ്രകാരം ഉണ്ടല്ലോ, ആദ്യം ആട്ടപ്രകാരം എഴുതിയത് അദ്ദേഹമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആട്ടപ്രകാരം വായിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഏത് കഥാപാത്രത്തിനും വളരെ വിസ്തരിച്ച് അഭിനയിക്കാനുണ്ട് എന്ന ഒരു ധാരണയോട് കൂടിയിട്ടാണ് അദ്ദേഹം ആട്ടപ്രകാരം എഴുതുന്നത്. അല്ലെ, അത് വായിച്ചതിന് തോന്നുമല്ലോ എത്ര പ്രധാനമാണോ അപ്രധാനമാണോ എന്നുള്ള കഥാപാത്ര വ്യത്യാസം കൂടാതെ തന്നെ ഓരോരുത്തർക്കും അഭിനയിക്കാൻ.
എന്തുകൊണ്ടാണ് അതുപോലെ അത്രയും വലിയൊരു ആശാന്, വലിയൊരു പ്രഗത്ഭനായ ഒരു നടന് അങ്ങനെ എഴുതാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ എഴുതേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ വലിപ്പ ചെറുപ്പ വ്യത്യാസം ഇല്ലാതെ തന്നെ ഒരു റോള് ഓരോ കഥാപാത്രത്തിനും അതിൽ വഹിക്കാനുണ്ട് എന്നതുകൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഈ നിലയിൽ ശൈഥില്യമില്ലാത്ത, അയവില്ലാത്ത ഒരു ഘടനാ പൂർണ്ണത നളചരിതത്തിൽ കാണാം എന്നുള്ളതാണ് അതിൻ്റെ കാവ്യപരമായിട്ട് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇപ്പോൾ നമ്മളുടെ ആഖ്യാന സമ്പ്രദായം, ഇതിഹാസത്തിൻ്റെ ആയാലും പുരാണങ്ങളുടെ ആയാലും ഒക്കെ ആഖ്യാന സമ്പ്രദായത്തിൽ ഒരു തരത്തിലുള്ള ഒരു തരംഗ സ്വഭാവം കാണാൻ കഴിയും. ഇപ്പം മഹാഭാരതം അല്ലെങ്കിൽ രാമായണം ഒക്കെ വായിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കഥ അറിയാം. ആദ്യത്തെ ഒരു ഭാഗം 3 4 അല്ലെങ്കിൽ 4 5 പേജ് വായിക്കുന്നതോട് കൂടിയിട്ട് രാമായണത്തിലെ കഥ എന്താണെന്നോ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ കഥ എന്താണെന്നോ നമുക്ക് മനസ്സിലാവും. പക്ഷെ വീണ്ടും അതിനെ തന്നെ ഒന്നുകൂടി വിടർത്തി പറയും, വീണ്ടും ഒന്നുകൂടി വിടർത്തി പറയും, വീണ്ടും പല സന്ദർഭങ്ങളിലായിട്ട് പല കേന്ദ്രങ്ങൾ മാറി മാറി വെച്ചുകൊണ്ട് അതിനെ വീണ്ടും ആഖ്യാനം ചെയ്യും. അപ്പം ഇങ്ങനെ ഈ ആഖ്യാനത്തിൻ്റെ ഒരു തരംഗ സ്വഭാവം എന്ന് പറയുന്നത് ഒരു നേർരേഖാപരമേ അല്ല. ശരിക്കും ഇപ്പം ഈ പാശ്ചാത്യ നോവലുകളും ഒക്കെ വരുന്നതോട് കൂടിയിട്ട്, എല്ലാ നോവലുകളിലും അല്ല, എന്നാലും കുറച്ചുകൂടി ആഖ്യാനത്തിനൊരു രേഖീയമായ ഒരു പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നതാണെങ്കിൽ, ഈ ഇവിടെ നിലവിലുണ്ടായിരുന്ന ആഖ്യാനങ്ങളെ സംബന്ധിച്ചിടത്തോളം തരംഗ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു പുരോഗതിയാണ്. ഈ തരംഗങ്ങൾ തന്നെ വരുന്നതുകൊണ്ട് ഉയർച്ചയും താഴ്ചയും ഉണ്ട്. ഈ ഉയർച്ചയിലും താഴ്ചയിലും മുൻപേ ഉണ്ടായിരുന്ന ഉയർച്ചയെയും താഴ്ചയെയും ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അടുത്ത ഉയർച്ച താഴ്ചകൾ നടക്കുന്നത്. അപ്പം നളചരിതത്തിൽ ആണ് നാരദൻ ആദ്യം പ്രവേശിക്കുന്നത്. അത് നളോപാഖ്യാനത്തിലില്ല. അതുപോലെ തന്നെ ഉണ്ണായി വാര്യരെ വളരെ സ്വാധീനിച്ചിട്ടുള്ള നൈഷധം മഹാകാവ്യത്തിലും ആദ്യം നാരദൻ വരുന്നില്ല. ഈ പർവ്വതനും നാരദനും തമ്മിലുള്ള ഇന്ദ്രലോകത്തേക്ക് പോകുന്ന ആ സന്ദർഭത്തിൽ മാത്രമാണ് ആ കഥാപാത്രങ്ങൾ വരുന്നത്. പക്ഷേ ഉണ്ണായി വാര്യർ നാരദനെ ആദ്യം തന്നെ പ്രവേശിപ്പിച്ചു എന്ന് മാത്രമല്ല, ഒരു കഥാവിധാതാവ്, കഥയെന്ന് സംവിധാനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാനം തന്നെ നാരദന് കൊടുക്കുകയും ചെയ്തു. ആ നാരദൻ കഥയുടെ അവസാനവും എത്തിച്ചേരുന്നുണ്ട്. അപ്പം ഈ ആദ്യവും അവസാനവും തമ്മിൽ ചേർത്ത് ചിന്തിക്കാനുള്ള ഒരു സാധ്യത നമുക്കവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം നാരദൻ വരുന്നു, 4-ാം ദിവസത്തിൻ്റെ അവസാനം നാരദൻ വരുന്നു. ഇവിടെ നാരദൻ്റെ വരവിന് ശേഷം പിന്നെ ശരിക്കും കഥാഗതി ഒന്ന് തിരിച്ചുവിടുന്നതിനായിട്ട് ഹംസത്തിൻ്റെ വരവാണ് ആദ്യം 1-ാം ദിവസത്തിലുള്ളത്. ഈ ഹംസം അവസാന ദിവസം 4-ാം ദിവസം നാരദൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഹംസം വരുന്നു. അപ്പം ഇങ്ങനെ നോക്കിയാൽ ഒരു വൃത്തം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഒരു സമാന്തരമായി കാണത്തക്ക വിധത്തിൽ ആദ്യന്തങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ട് എന്ന് മാത്രമല്ല, അവസാനം പോലും ഒരു തരത്തിൽ അവസാനിപ്പിക്കാതെയാണ് ഉണ്ണായി വാര്യർ നിർത്തിയിട്ടുള്ളത്. അതിനിപ്പോൾ കണ്ടു കിട്ടാത്തതാണോ അറിഞ്ഞുകൂടാ. വ്യാഹരത് വൈരസേനിയും എന്നൊരു ശ്ലോകത്തിൻ്റെ അവസാനത്തോടു കൂടിയിട്ടാണ് 4-ാം ദിവസത്തെ കഥ അവസാനിക്കുന്നത്. വൈരസേനിയോട് വ്യാഹരത് വ്യവഹാരം ചെയ്തു, അല്ലെങ്കിൽ സംഭാഷണം ചെയ്തു എന്നാണ്. എന്താ സംഭാഷണം ചെയ്തതെന്ന് പറയണം എന്ന് നിർബന്ധവുമില്ല. എങ്കിലും ഒരു തുടർച്ചയെ സൂചിപ്പിക്കുന്ന അവസാനമാണ്. ഒരവസാനവും പൂർണ്ണമായ ഒരു അവസാനമല്ല, അതിൽ നിന്നൊരു തുടർച്ച സാധ്യമാണ് എന്ന നിലയിലാണ് അത് നിർത്തുന്നത്. ഇതിങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ആദ്യവും അവസാനവും നാരദനും ഹംസവും വരുന്ന കാര്യത്തിലൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് സമാന്തര സ്വഭാവങ്ങൾ പലയിടത്തും കാണും. ഇപ്പോൾ ചൂതുകളിയുടെ കാര്യത്തിലാണെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ കാണാമെന്നാണ് 2-ാം ദിവസവും 4-ാം ദിവസവും കാണുന്ന ചൂതുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹംസവും കാർക്കോടകനും വരുന്ന സന്ദർഭം നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമാന്തര സ്വഭാവം അതിൽ നിന്ന് കാണാൻ കഴിയുമെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 1-ാം ദിവസത്തിലാണല്ലോ ഹംസം വരുന്നത്. 1-ാം ദിവസത്തിൽ ഹംസം വരുന്നതിന് മുമ്പ് ഈ നാരദൻ്റെ വാക്കുകൾ കേട്ട് നളന് ദമയന്തിയോട് അനുരാഗം ഉണ്ടാവുകയും, ഈ അനുരാഗം വളർന്നു വരുമ്പോൾ എന്താണ് ഇനിയിപ്പോൾ രാജ്യഭാരമൊന്നും നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് വിജന പ്രദേശത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് വിജന പ്രദേശത്തേക്ക് പോവുകയും ആ വിജന പ്രദേശത്തിരുന്ന് ദമയന്തിയെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന സന്ദർഭം ഉണ്ടായ ഒരു രംഗമുണ്ടല്ലോ. അങ്ങനെ ആലോചിക്കുന്നത് വളരെ വിസ്തരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പദത്തിലൂടെയാണ് ഉണ്ണായി വാര്യർ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുട്ടിനായക നന്ദിനി എന്ന് പറയുന്ന പദത്തിലൂടെയാണ് വളരെ വിസ്തൃതമായി പാടുന്നതും വളരെ വിസ്തൃതമായി അഭിനയിക്കാനുള്ള സാധ്യതകളുള്ളതും ആയ ഒരു പദമാണ്. ഇതിന് ശേഷം ആണ് ഹംസം വരുന്ന കഥ തിരിച്ചുവിടുന്നത്. 3-ാം ദിവസത്തിൽ ഇതുപോലെ തന്നെ ഇതൊരു ആത്മകഥയാണ്. 3-ാം ദിവസത്തിൽ ഇതുപോലെ തന്നെ ഘോരവിപിനം എന്ന് പറയുന്ന 2 കല്യാണി രാഗത്തിലാണ് ഘോരവിപിനം എന്ന് പറയുന്ന ആ പദത്തിൽ ആദ്യം എത്രയോ അഭിലാഷത്തോടു കൂടിയാണ് ദമയന്തിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നതെങ്കിൽ ആ കഥയെല്ലാം മാറി മുഴുവൻ തകിടം മറിഞ്ഞു
ജീവിതം തന്നെ വേറൊന്നായി കഴിഞ്ഞു. ഇനി എങ്ങോട്ടാണ് പോകുന്നത്, മുമ്പോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള ഒരു നിശ്ചയം പോലും ഇല്ലാതെ നിൽക്കുന്ന സന്ദർഭത്തിലും ഒന്നിരുന്ന് ഈ പൂർവ്വ കഥാവൃത്താന്തങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ വനജീവിതത്തിൻ്റെ അവസ്ഥകളും ഒക്കെ ആലോചിക്കുന്ന ഘോരവിപിനം എന്ന് പറയുന്ന ആത്മകഥത്തിന് തൊട്ട് ശേഷം കാർക്കോടകൻ വരിക എന്ന് വെച്ചാൽ കാർക്കോടൻ്റെ ശബ്ദം കേൾക്കുന്നു, കാർക്കോടനെ രക്ഷിക്കുന്നു. അങ്ങനെ പിന്നെ അത് വേറൊരു തരത്തിലുള്ള ഒരു സൂചനയാണ്, പിൽക്കാല ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ശ്രേയസിൻ്റെ ഒരു സൂചനയാണ് അവിടെ കാർക്കോടകൻ കൊടുക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ വളരെ പ്രത്യക്ഷമല്ലെങ്കിൽ തന്നെ പല സമാന്തര സ്വഭാവങ്ങളും കാണാം. അതുകൊണ്ടാണ് ഒരു തരംഗ സ്വഭാവം ഇതിനുണ്ട് എന്ന് പറഞ്ഞത്. ഒരു കഥ പറഞ്ഞ് തുടങ്ങി അവസാനിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഒരു തരംഗ സ്വഭാവത്തോട് കൂടിയിട്ടാണ് ഈ കഥ മുമ്പോട്ട് പോകുന്നതെന്ന് പറയാൻ ഇതുപോലെ വേറെയും നമുക്ക് ആലോചിച്ച് നോക്കിയാൽ ഉദാഹരണങ്ങൾ കിട്ടും. അപ്പം ഈ നിലയിൽ അതുപോലെ ഇപ്പം അവസാനങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ രസമാണ്. 4 ദിവസത്തെ കഥയുടെയും അവസാന രംഗങ്ങൾ നോക്കിക്കോളും. അവസാന രംഗം 1-ാം ദിവസത്തിൻ്റെ അവസാനം സമാഗമമാണ്. ഇവർ സ്വയംവരം ചെയ്തു. ആ സ്വയംവരത്തോട് കൂടിയിട്ട് 1-ാം ദിവസത്തെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഒരു അഭ്യുദയം സൂചിപ്പിക്കുന്ന തരത്തിലാണ് 1-ാം ദിവസം. 2-ാം ദിവസത്തിൻ്റെ അവസാനമായപ്പോഴേക്കും കഥയൊക്കെ മാറി. വനവാസം ചെയ്യേണ്ടി വന്നു. ദമയന്തി ഒറ്റയ്ക്കായി തീർന്നു. പെരുമ്പാമ്പ്, കാട്ടാളൻ, സാർത്ഥവാഹന്മാർ, ചേതിരാജ്യം, അവസാനം കുണ്ടിന രാജ്യം. ഇങ്ങനെ അവസാനം കുണ്ടിന രാജ്യത്തെത്തി, സ്വന്തം രാജധാനിയിലെത്തി അച്ഛനെ കണ്ട് സന്തോഷിക്കുന്നു. അവിടെ ഒരാൾ മാത്രമാണ് സന്തോഷിക്കുന്നത്. 3-ാം ദിവസത്തെ കഥയുടെ അവസാനം നോക്കുകയാണെങ്കിൽ കലി നിർഗമനമാണ്. കലിയെ ഒഴിവാക്കുകയാണല്ലോ ചെയ്യുന്നത്. ഈ അക്ഷരഹൃദയ മന്ത്രം കിട്ടിയതോട് കൂടിയിട്ട് കലിക്ക് ഇരിക്കപ്പുറത ഇല്ലാതെയായി. കലി പുറത്തു പോകുന്നു. ആ താന്നി മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് കലിയുമായിട്ട് വലിയ ശണ്ഠ കൂടുന്നു. വാള് എടുത്ത് വെട്ടാൻ തുടങ്ങുന്നു. അവസാനം കലി വിമോചനം എന്ന് പറയുന്ന, കലിയെ നിർഗമിച്ച് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അത് മറ്റൊരു തരത്തിൽ ഒരു പുതിയ ജീവിതത്തിൻ്റെ, പുതിയൊരു അഭ്യുദയത്തിൻ്റെ സൂചനയാണ്. പക്ഷേ അത് നളനാണ്. അപ്പോൾ 1-ാം ദിവസത്തിൽ 2 പേർക്കും, 2-ൽ ദമയന്തിക്ക്, 3-ൽ നളന്, 4-ന്റെ അവസാനം പറയേണ്ട കാര്യമില്ല. വീണ്ടും പുനഃസമാഗമവും സ്വയംവരവും പുനഃസമാഗമത്തോടു കൂടിയിട്ട് ഒരു ശ്രേയസ് അവർക്ക് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2-ഉം 4-ഉം തമ്മിലും 1-ഉം 3-ഉം തമ്മിലും അവസാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചേർച്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഘടനാപരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് കവിത വായിക്കുമ്പോഴാണെങ്കിലും ഒരു നോവൽ വായിക്കുമ്പോഴാണെങ്കിലും നാടകം കാണുമ്പോഴാണെങ്കിലും ഒക്കെ ഈ ഘടന പൊരുത്തം എന്ന് പറയുന്നത് അതിൽ വളരെ പ്രധാനമാണ്. നാടകത്തിൽ പ്രത്യേകിച്ചും പ്രധാനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാതെ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഘടനയ്ക്ക് ശൈഥില്യം ഉണ്ടാവുകയും നാടകീയത എന്ന് പറയുന്ന ഗുണം ചോർന്നു പോവുകയും ചെയ്യും. ആ നിലയ്ക്ക് ഒരു നാടകോചിതമായ ഒരു സാഹിത്യ രൂപമാണ് ഉണ്ണായി വാര്യർ ഈ നളചരിതത്തിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാം. അന്ന് നാടകമില്ല. അതിൽ ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ സംസ്കൃതത്തിൽ നിന്ന് ധാരാളം രൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ശ്ലോകങ്ങളായാലും ചമ്പു, അതുപോലെ തന്നെ സന്ദേശകാവ്യം, മഹാകാവ്യം, ഇങ്ങനെ പല രൂപങ്ങളും മലയാളം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും മലയാള നാടകം അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. വളരെ ആധുനിക കാലത്തുണ്ട് കേട്ടോ, പുതിയ കാലത്തില്ല എന്നല്ല. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമുണ്ട്. അതുവരെ നോക്കിയാൽ നാടകം സ്വീകരിക്കപ്പെട്ടില്ല. അതേസമയം രംഗകലകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വളരെ വലിയ ഒരു പാരമ്പര്യം ഉണ്ട് താനും. അപ്പോൾ ഉണ്ണായി വാര്യർ ശരിക്കും നിലവിലുള്ള കേരളത്തിൻ്റെ രംഗകലാ പാരമ്പര്യത്തെ അല്ലെങ്കിൽ രംഗകലാ സമ്പത്തിനെ സ്വാംശീകരിച്ചുകൊണ്ട് നാടകോചിതമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് എഴുതാനാണ്, നാടകോചിതമായിട്ടുള്ള ഒരു പാഠം നിർമ്മിക്കാനാണ് ഇതിലൂടെ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ കഴിയും. അതാണ് ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കവിത എന്ന നിലയിൽ നമ്മളെ അതിനോട് ആകർഷിക്കുന്ന ഒരു കാര്യം. ഏത് വലിയ കൃതികളെ സംബന്ധിച്ച് എങ്ങനെയാണ് നമുക്കൊരു കൃതി ഒരു വലിയ കൃതിയാണ്, ഒരു മഹത്തായ കൃതിയാണ് എന്ന് തോന്നുന്നതിന് ഓരോരുത്തർക്കും ഓരോ മാനദണ്ഡങ്ങളായിരിക്കും. പക്ഷേ അതിനുള്ള ഒരു മാനദണ്ഡം എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ്. ജീവിതത്തിൻ്റെ വൈവിധ്യവും അതിൻ്റെ ഒരു വിരിവും അത് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ആളുകൾക്കും പല മനോഭാവങ്ങളോടുകൂടി ജീവിക്കുന്നവർക്കും അതിലേക്ക് പ്രവേശിക്കാനും അതിൽ കലർന്ന് ജീവിക്കാനുമുള്ള ഒരു സാധ്യത അതിന് ഉണ്ടാവും. ഇനി ഒരു കാര്യം കൂടി ഇതിൻ്റെ സാഹിത്യപരമായിട്ടോ അല്ലെങ്കിൽ കാവ്യപരമായിട്ടോ ഉള്ള സവിശേഷതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് മുമ്പേ പറഞ്ഞതുപോലെ ആധുനിക കാലത്താണ് ഇതിന് വലിയ പ്രചാരം ഉണ്ടായതെന്നുള്ള കാര്യം പറഞ്ഞു. ആധുനിക കാലത്ത് ഇതിന് പ്രചാരം ഉണ്ടായത് ആധുനികമായ ഒരു വ്യക്തിബോധം ഇപ്പോൾ ധാരാളം എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ഒരു കൊളോണിയൽ ആധുനികതയോട് കൂടിയിട്ട് അതുവരെ ഉണ്ടായിരുന്ന ജീവിത വ്യവസ്ഥയ്ക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നു. പഴയ
തൊഴിൽ രംഗങ്ങളൊന്നും ഇല്ലാതെ ആയി തീർന്നു. പുതിയ തരത്തിലുള്ള വിദ്യാഭ്യാസം, അച്ചടി, അങ്ങനെ ഒരു സമൂഹം മെല്ലെ 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 രൂപപ്പെട്ടു വന്നു. അങ്ങനെ രൂപപ്പെട്ടു വന്നതോട് കൂടിയിട്ട് പുതിയൊരു വ്യക്തിസങ്കല്പം ഉണ്ടായി. അപ്പോൾ ഈ ആധുനികമായ ഒരു വ്യക്തിസങ്കല്പത്തോട് സംവദിക്കാൻ കഴിയുന്ന കഥാപാത്ര ചിത്രീകരണങ്ങൾ നളചരിതത്തിലുണ്ട് എന്ന് നമുക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും. ഒരുപക്ഷെ അന്ന് നോക്കിയാൽ മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട്, അങ്ങനത്തെ കവിതകൾ വായിച്ചിട്ടുള്ളത് കൊണ്ടും അങ്ങനെ നാടകം കണ്ടിട്ടുള്ളത് കൊണ്ടും ഒക്കെ നമുക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ സാധ്യത ഇതിൽ കാണാൻ സാധിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തിക്ക് ഒരു സ്വകാര്യ ലോകം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പൊതു സ്വകാര്യം എന്ന ഒരു ഡിവൈഡ് വരുന്നത് മിക്കവാറും ആധുനിക കാലത്തോട് കൂടിയിട്ടായിരിക്കാനാണ് സാധ്യത. അത് എന്ന് വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് അങ്ങനെയൊന്നും ഇല്ല. ആളുകൾ അങ്ങനെ ഒരു സ്വകാര്യ ലോകം ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ ഒരു മാനസിക ജീവിതം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. അതില്ലാതിരിക്കില്ലല്ലോ, അതുണ്ടാവും. പക്ഷെ അതുണ്ടായാൽ തന്നെ അത് എടുത്തു പറയത്തക്കതാണെന്നും അത് തുറന്ന് കാണിക്കത്തക്കതാണ് എന്നും ഒക്കെയുള്ളൊരു ബോധം അന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോൾ അത്ര പഴയ ഉദാഹരണമല്ല. ഈ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എല്ലാവർക്കും അറിയാമല്ലോ. കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ പറ്റി P.K. പരമേശ്വരൻ നായർ അദ്ദേഹത്തിൻ്റെ ആധുനിക മലയാള സാഹിത്യം എന്ന് പറയുന്ന സാഹിത്യ ചരിത്ര പുസ്തകത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഇങ്ങനെ തോന്നി. എന്താണെന്ന് വെച്ചാൽ കേരളവർമ്മ മയൂര സന്ദേശം എഴുതിയിട്ടുണ്ട്. അത് സ്വന്തം വിരഹത്തെ മുൻനിർത്തി എഴുതിയതാണ്. അതായത് ഭാര്യയോട് വേർപിരിഞ്ഞ് ഹരിപ്പാട്ട് കൊട്ടാരത്തിൽ ഏതാണ്ട് ഒരു കൊല്ലത്തോളം അദ്ദേഹത്തിന് താമസിക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്തെ അനുഭവം അന്ന് എഴുതിയില്ല, പിന്നീട് എഴുതിയതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവമാണെങ്കിലും ആ വ്യക്തിപരമായ അനുഭവം എഴുതിയ മയൂര സന്ദേശത്തിൽ വ്യക്തിപരമായ അംശങ്ങൾ വളരെ കുറവാണ്. അതിൽ അലങ്കാരം, വൃത്തം, പ്രാസമാണല്ലോ അദ്ദേഹത്തിന് പ്രധാനം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാന്നല്ലാതെ ഈ വൈയക്തിക അംശങ്ങൾ അതിൽ വളരെ കുറവാണ് എന്ന് ധാരാളം അതിനെപ്പറ്റി വിമർശനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ മുൻനിർത്തിയിട്ട് P.K. പരമേശ്വരൻ നായർ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡയറി കുറിപ്പാണോ കത്താണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, കേരളവർമ്മയുടെ എഴുതുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തിപരമായ വികാര വിചാരങ്ങൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത്, പൊതുസമൂഹത്തിൽ പറയുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. അത് നമ്മൾ അടക്കി വയ്ക്കണം. നമുക്ക് ദുഃഖങ്ങളുണ്ടാവും, സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഇതൊക്കെ ശരിയാണ്. ഇത് നമ്മൾ പൊതുവായി പറയുന്നത് നമ്മുടെ മാന്യതയ്ക്ക് ചേർന്നതല്ല, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പദവിക്ക് ചേർന്നതല്ല, അവസ്ഥയ്ക്ക് ചേർന്നതല്ല. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം വലിയ പ്രഭുവാണല്ലോ. അപ്പം ഇങ്ങനെ ഒരു പ്രഭു പദവിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വൈയക്തിക വികാരങ്ങൾ പുറത്തു വയ്ക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ്, അല്ലാതെ വികാരം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, അതുണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം അതൊന്നും ആവിഷ്കരിക്കാതിരുന്നത്. ഇത് ശരിയാവട്ടെ തെറ്റാവട്ടെ, ഇതിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് എന്ത് പുറത്തേക്ക് പറയാം, എന്ത് നമുക്ക് ആവിഷ്കരിക്കാം, ആവിഷ്കാര യോഗ്യമായത് ഏതൊക്കെയാണ്, യോഗ്യമല്ലാത്തത് ഏതൊക്കെയാണ് എന്ന ഒരു വേർതിരിവുണ്ടെങ്കിൽ നമുക്കൊരു 20-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട്, അതിൻ്റെ ആദ്യഘട്ടം തന്നെ ആവുന്നതോട് കൂടിയിട്ട് ആവിഷ്കരിക്കാൻ യോഗ്യമായവയുടെ കൂടെ ഈ സ്വകാര്യാനുഭവങ്ങൾ വന്നു തുടങ്ങി. ചങ്ങമ്പുഴയൊക്കെ വരുന്നതോടുകൂടിയിട്ട് പറയാനില്ലല്ലോ. ഈ സ്വകാര്യാനുഭവങ്ങളും വികാര ലോകങ്ങളും അവതരിപ്പിക്കുന്നതിന് വലിയ പ്രാധാന്യം ഉണ്ടായി തുടങ്ങി. അതിനു മുമ്പ് അത്ര കണ്ടില്ല. ഇങ്ങനെ പ്രാധാന്യം ഉണ്ടായ ഒരു സമൂഹത്തിൽ ജീവിച്ചു വന്ന ഒരു വ്യക്തി, നമ്മളെപ്പോലുള്ള വ്യക്തികൾ നളചരിതത്തിലേക്ക് നോക്കുമ്പോൾ അതുപോലെയുള്ള സ്വകാര്യ ലോകങ്ങളുടെ ആവിഷ്കാരങ്ങൾ അതിൽ കാണാൻ കഴിയും. അതിലെ അനുരാഗ അനുഭവം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഒന്ന് നളന് അതിൽ ദമയന്തിയോട് പ്രേമം തോന്നുന്നു, ദമയന്തിക്ക് നളനോട് പ്രേമം തോന്നുന്നു. പക്ഷേ ഇത് ഒന്ന് എങ്ങനെ സാധിക്കും എന്നതിനെ പറ്റിയുള്ള ഉത്കണ്ഠകളാണ്. രാജാവ്, രാജ്ഞി അല്ലെങ്കിൽ രാജകുമാരി എന്നുള്ള പദവികളെ അപേക്ഷിച്ച് സാധാരണ മനുഷ്യരെ പോലെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഹംസത്തോടാണ്. ഹംസം ഒരു മനുഷ്യനല്ല, പക്ഷെ മനുഷ്യ വാക്ക് കൈക്കൊണ്ട് പറയുന്ന ഒരു പക്ഷിയാണ്. എങ്കിലും അങ്ങനെ പദവി കൊണ്ട് നോക്കിയാൽ തങ്ങൾക്ക് തുല്യരല്ലാത്ത ഒന്നിനോടാണ് ഇത് പറയുന്നത്. ഷെയർ ചെയ്യാന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം അങ്ങനെ ആ വാക്ക് തന്നെ നമ്മൾ സാധാരണ പങ്കുവെക്കുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് അത് ആ ഒരു കാലത്തുണ്ടായ വാക്കാണ്. അപ്പം ഇങ്ങനെ പങ്കുവെക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ നളനും ദമയന്തിക്കും ഉണ്ട്, അനുരാഗത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുപോലെ തന്നെ ഏകാന്തതയുടെ വലിയ അനുഭവങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഏകാന്തതയുടെ വലിയൊരു അനുഭവം തന്നെയാണ് നളനെ സംബന്ധിച്ചിടത്തോളം ഈ ദേവന്മാരുടെ ദൗത്യം ചെന്ന് ദമയന്തിയോട് പറയേണ്ടി വരുന്ന ഒരു ഘട്ടം. അത് പറയാമെന്ന് ഏറ്റതുകൊണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അതിനുവേണ്ടി പോകുന്ന പോക്കും അതൊരു ദണ്ഡകത്തിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന് പോകുമ്പോൾ തന്നെ
മനസ്സിൻ്റെ ഒരു കോണിൽ ദമയന്തിയെ കാണാമെന്നുള്ള വലിയൊരു വാഞ്ച, വലിയൊരു ആഗ്രഹം നളനുണ്ട്. അതേസമയം തന്നെ താനൊരു ഡ്യൂട്ടി നിർവഹിക്കുകയാണ്. അതുകൊണ്ട് വളരെ കൂടുതൽ ഈ ദമയന്തി ചിന്ത വന്നു പോകരുത് എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ വളരെ ബാലൻസ് ചെയ്തു പോകുന്ന ഒരു മാനസിക ജീവിതത്തിൻ്റെ ആവിഷ്കാരം ഇതിൽ കാണാൻ പറ്റും. ആ ദണ്ഡകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നേരിട്ട് പറയുന്ന സന്ദർഭത്തിൽ കാണാൻ കഴിയും. ഇതൊക്കെ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പം മഹാഭാരതത്തിലായാലും നൈഷധം മഹാകാവ്യത്തിലായാലും ഒന്നും ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വീർപ്പുമുട്ടൽ അനുഭവിക്കുന്ന നായകനെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. മഹാഭാരതത്തിലാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ആദ്യം തന്നെ തിരസ്കരണയൊക്കെ ഉണ്ട്. അതിങ്ങനെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ നളൻ ഞാൻ ഓർക്ക കല്യാണി വന്നേൻ വാനോർക്കു ദൂതനായി എന്നാണ്. അല്ലയോ കല്യാണി, ഞാൻ നളനാണ്, ഞാൻ വാനവരുടെ ദേവന്മാരുടെ ദൂതനായിട്ട് വന്നതാണ്, നിന്നെ വിവാഹം കഴിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ വളരെ തുറന്നു പറയുകയാണ്. അതുപോലെ തന്നെ നൈഷധത്തിലാണെങ്കിൽ, നൈഷധം അദ്ദേഹം വളരെ അവലംബിച്ചിട്ടുള്ളൊരു പുസ്തകമാണല്ലോ. നൈഷധ മഹാകാവ്യത്തിലാണെങ്കിൽ ആദ്യമൊക്കെ അദ്ദേഹം നളൻ മറച്ചു വയ്ക്കും, ഞാൻ നളനാണെന്നുള്ളത്. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ ദമയന്തിയുടെ ആകെയുള്ളൊരു പ്രയാസവും അതുപോലെ ദേവന്മാരിങ്ങനെ തുടങ്ങുന്നതിലുള്ള ഒരു പ്രതിഷേധവും ഒക്കെ കണ്ടപ്പോൾ നളൻ പറഞ്ഞു, ഞാൻ നളൻ തന്നെയാണ് എന്ന് വെളിപ്പെടുത്തിയതിന് ശേഷമാണ് പിന്നെയുള്ള സംസാരം. അപ്പോൾ ഈ വെളിപ്പെടുത്തുന്നതോട് കൂടിയിട്ട് ഈ സന്ദിഗ്ധാവസ്ഥ ഇല്ലാതെയായി, വീർപ്പുമുട്ടലില്ലാതെയായി, രണ്ടുപേർക്കും എന്താ പറയണ്ടേ, ഇങ്ങനെ കെട്ടി നിർത്തിയിരുന്ന വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് തുറന്നു വിട്ടതുപോലെ പുറത്തേക്ക് കളയാൻ കഴിയും. അപ്പോൾ ആ സാധ്യത ഇല്ലാത്ത ഒരവസ്ഥയാണ് നളൻ ഇതിൽ അനുഭവിക്കുന്നതെന്നർത്ഥം. അപ്പോൾ അതേസമയം തന്നെ അത് നമുക്ക് പ്രതീതമാകുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാകുന്ന തരത്തിലുള്ള പദസംവിധാനങ്ങൾ അവിടെ ആവശ്യമാണ്. അത് ഏറ്റവും നന്നായിട്ട് അവിടെ കഴിയുന്നത് ഈ ദൗത്യം ഒക്കെ നിർവഹിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് നിന്നെ പിടിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ദേവന്മാരോട് ഇത് ചെന്ന് പറയുമ്പോൾ വളരെ ലാഘവം നളൻ അനുഭവിക്കുന്നതായിട്ട് മനസ്സിലാവും. നളന് പ്രേമം മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ടായി. ഇനി വേറെ ആരെങ്കിലും നിയോഗിച്ചോളൂ എന്ന് പറഞ്ഞാലും ആരെ നിയോഗിച്ചാലും ദമയന്തി ഇനി ദേവന്മാർക്ക് വഴിപ്പെടില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമുള്ള വളരെ ലാഘവത്തോടു കൂടിയുള്ള ഒരു മറുപടിയാണ് ഈ ദേവന്മാരോട് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇതൊക്കെ ഈ മാനസികമായ സഞ്ചാരങ്ങളെ പിന്തുടരുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ടൈപ്പുകൾ അല്ല, അല്ലെങ്കിൽ അതോ ഇതോ എന്ന് പറയുന്ന തരത്തിൽ ദ്വന്ദ്വങ്ങളായിട്ട് കാണുന്ന ഒന്നല്ല. ഈ ദ്വന്ദ്വങ്ങൾക്കിടയ്ക്ക് കുറേ എന്താ പറയേണ്ട സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് ശരിക്കും കവിതയുടെ സ്ഥലം എന്ന്, അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെയും കലകളുടെയൊക്കെ സ്ഥലം എന്ന് പറയാം. അതോ ഇതോ എന്ന് പറയാമെന്ന് നമുക്ക് കൃത്യം പറയാം. ആർക്കും കാണാൻ കഴിയുന്നതാണ്, ആർക്കും അതോട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഇത് രണ്ടും അല്ലാത്ത പ്രദേശങ്ങളിലൂടെ നടക്കാനുള്ള ഒരു സാധ്യതയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മൾ സാഹിത്യം വായിക്കുന്നതും വീണ്ടും വീണ്ടും വായിക്കുന്നതും പല കൃതികളും വായിക്കുന്നതും ഒക്കെ നമ്മളുടെ തന്നെ മനസ്സിലുള്ള ഈ കുറച്ച് ഗ്രേ ഏരിയ എന്ന് പറയില്ല, കുറച്ച് ചാരനിറത്തിലുള്ള ഏരിയകൾ. അപ്പോൾ അതിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടാവും. അങ്ങനെ നടക്കുന്ന സംഭവങ്ങളോട് നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ പല കൃതികളിലെയും, കവിതകളിലായാലും നോവലുകളിലായാലും നാടകങ്ങളിലായാലും അതുപോലെ കലാവിഷ്കാരങ്ങളിലായാലും ഒക്കെയുള്ള പല സൂചനകളും അതിന് നമ്മെ സഹായിക്കും. ആ നിലയിൽ ധാരാളം സന്ദർഭങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കൃതി എന്നതാണ് നളചരിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമുക്ക് പദങ്ങളിലൂടെ നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെ ഈ ഒരു മാനസികമായിട്ടുള്ളൊരു ജീവിതം, മാനസികമായിട്ടുള്ളൊരു വീർപ്പുമുട്ടൽ, ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒന്ന് റിലീസ് ചെയ്യുമ്പോൾ, അതിൽ നിന്നൊന്ന് നമ്മൾ മോചനം നേടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ വലിയ ഒരു ലാഘവവും ഉണ്ട്. ആ നിലയ്ക്ക് നമുക്ക് ഏകാന്തതയുടെ, അതുപോലെ അഭിമാനം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവം തന്നെയാണ്. അതും സത്യം പറഞ്ഞാൽ നമുക്ക് പഴയ കാലത്ത് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് അഭിമാനത്തിനൊക്കെ കുറച്ച് ആർക്കൊക്കെ അഭിമാനാവാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അഭിമാനിക്കാനുള്ള സാധ്യത അന്നത്തെ സാഹചര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ അഭിമാനത്തിൻ്റെ ആവിഷ്കാരങ്ങളും ഇല്ല. അഭിമാനം എന്ന വാക്ക് മിക്കവാറും പണ്ടത്തെ സാഹിത്യകൃതികളിൽ ഉപയോഗിച്ചിട്ടുള്ളത് അഹങ്കാരം എന്നതിന് പര്യായമായിട്ടാണ്. അല്ലെങ്കിൽ അത്ര നല്ല അർത്ഥത്തിലല്ല. ഞാനെന്നുടലിൽ അഭിമാനം വെടിഞ്ഞു പരമാനന്ദ നിർവൃത്തി എന്ന് പറഞ്ഞ ദക്ഷയാഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും നോക്കിക്കഴിഞ്ഞാൽ അഭിമാനം എന്നത് ഒരു നല്ല ഗുണമായിട്ടല്ല അതിൽ കാണുന്നത്. അതൊരു കളങ്കമാണ്, മായ്ച്ചു കളയേണ്ട ഒന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഇതിൽ അഭിമാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നേർക്ക് ദമയന്തി ആണെങ്കിൽ എന്താണ്, ഈശന്മാരെന്ത് വിചാരലേശം കൂടാതെ അതിനീചയോഗ്യം ആരംഭിച്ചിത് ആചാരം ഇപ്പോൾ എന്ന് ഒരു സംശയം കൂടാതെ പറയുന്നുണ്ട്.
അവസാന ഘട്ടത്തിലെ പരീക്ഷണത്തിൽ പോലും അങ്ങനെ പറയുന്നുണ്ട്. അത് ദേവന്മാരാണ്, ഈശ്വരന്മാരാണ്. പക്ഷെ ഒരു നെല്ലടയ്ക്ക് പോലും താഴാതെ തുല്യമായിട്ട് നിന്നിട്ട് സംസാരിക്കാനുള്ള ഒരു എന്താ പറയണ്ടേ ബോധം, അഭിമാന ബോധം എന്ന് പറയുന്നത് ദമയന്തി കാണിക്കുന്നുണ്ട്. അവസാനം വരെ കാണിക്കുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ ബാഹുകൻ, ദമയന്തി നേരിടുന്ന അവസാനത്തെ പരീക്ഷണം ബാഹുകനാണല്ലോ. അപ്പോൾ ഇവിടെ പെരുമ്പാമ്പ് മുതൽ തുടങ്ങിയാൽ പെരുമ്പാമ്പുണ്ട്, കാട്ടാളനുണ്ട്, ഇങ്ങനെ പലതും കഴിഞ്ഞിട്ട് അവസാനത്തേത് ബാഹുകൻ ആണ് പരീക്ഷിക്കുന്നത്. ബാഹുകൻ്റെ ആ പരീക്ഷണത്തിന് മുമ്പിൽ പറയുന്നത് എന്താണ്? നേരെ നിന്ന് നേരെ ചെന്നു എന്നാണ് അല്ലേ. ഇനിയും എന്നെ അവിശ്വസിക്കുകയാണ് എന്നാണെങ്കിൽ അതിലെനിക്ക് ദുഃഖമില്ല എന്ന് മാത്രമല്ല, എനിക്ക് മോദമുണ്ട്, എനിക്കതിൽ സന്തോഷമുണ്ട്. നേരെ നിന്ന് നേര് ചൊല്ലാൻ കഴിയുന്ന ഒരു കഥാപാത്രം, ഒരു സ്ത്രീ കഥാപാത്രം എന്നത് മാത്രമല്ല, ഒരു കഥാപാത്രം തന്നെ നമുക്ക് പഴയ സാഹിത്യകൃതികളിൽ നോക്കിയാൽ അങ്ങനെ കാണില്ല. അതുകൊണ്ടാണ് അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് പുതിയ ജീവിത സാഹചര്യങ്ങളുമായിട്ടും വ്യക്തി ജീവിതവുമായിട്ടും വ്യക്തി അഭിരുചികളുമായിട്ടും വികാരലോകങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെടാവുന്ന പല ഘടകങ്ങളും ഇതിൽ കാണാൻ കഴിയും. അത് തെളിഞ്ഞു വരുന്ന ഒരു പക്ഷേ ഈ വായനാ സാമഗ്രികളോട് കൂടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തല സൗകര്യങ്ങളോട് കൂടിയിട്ട് അത് വീണ്ടും വായിക്കുമ്പോഴായിരിക്കും കേട്ടോ. എങ്കിൽ പോലും അത് തെളിഞ്ഞു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കൃതി എന്നതാണ് ഇതിൻ്റെ ഒരു കാവ്യഗുണമെന്നോ സാഹിത്യ ഗുണമെന്നോ എന്താ പറയുക, ആ ഒരു പദവിയിലേക്ക് നളചരിത ആട്ടക്കഥയെ എത്തിക്കുന്നത് അതാണ്. അത് 18-ാം നൂറ്റാണ്ടിൽ നിന്ന് 20-ാം നൂറ്റാണ്ടിലേക്ക് വരേണ്ടി വന്നു ആ ഒരു ജീവിതം അതിന് ജീവിക്കാൻ എന്നുള്ളതും ആ നിലയ്ക്ക് നോക്കുമ്പോൾ അതിൽ വലിയ യുക്തിഭംഗമില്ല. അന്നത് അവതരിപ്പിക്കപ്പെടാതിരുന്നതിനും പിൽക്കാലത്ത് അവതരിപ്പിക്കപ്പെട്ടതിനും വലിയ യുക്തിഭംഗം നമുക്ക് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ കഥകളിയുടെ ഘടനയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ പുതുക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ ഭാഗങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ അത് വേറൊരു വിഷയമാണ്, വേറൊരു ചർച്ചാ വിഷയമാണെങ്കിലും അത് സൂചിപ്പിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നമുക്ക് നോക്കിയറിയാം, 18-ാം നൂറ്റാണ്ടിൽ ഉണ്ണായി വാര്യർ എഴുതുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ രാമനാട്ടം കഥകളും കോട്ടയം കഥകളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 101 ആട്ടക്കഥകളെ വിശ്വസിച്ചാൽ ഒരു പക്ഷേ കിരാതവും ഉണ്ടായിരിക്കാം. ബാക്കി കഥകളൊന്നുമില്ല, അതൊക്കെ അതിന് ശേഷം വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ രാമനാട്ടത്തിലെ വളരെ അയഞ്ഞ ഒരു ഘടന അത് കുറച്ചുകൂടെ മുറുക്കിയെടുക്കുകയാണ് കോട്ടയം കഥകൾ ചെയ്തത്. ഈ കോട്ടയം കഥകൾ അന്ന് എങ്ങനെ അവതരിപ്പിച്ചിരുന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ അത് വളരെ ദാർഢ്യമുള്ള ഒരു ചിട്ടയുടെ കഥകളായിട്ടാണ്, വ്യാകരണമായിട്ടൊക്കെയാണ് ഇന്നും നമ്മളത് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്, അതങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ രണ്ടു കൂട്ടം കഥകൾക്ക് തൊട്ട് ശേഷം വന്ന ഈ നളചരിതം എന്ന് പറയുന്നത് ശരിക്കും കോട്ടയം കഥകൾ ഇനി അദ്ദേഹം കണ്ടിട്ടുണ്ടാവുമോ ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, അതിലെ ചിട്ടകളെയോ അല്ലെങ്കിൽ അതിൻ്റെ നിലയിലുള്ള ഘടനാദാർഢ്യത്തെയോ അപര്യാപ്തമാക്കുന്ന, അല്ലെങ്കിൽ അത് പോരാ, ഇത് അവതരിപ്പിക്കണമെങ്കിൽ അത് പോരാ എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെയാണ് മുമ്പേ പറഞ്ഞതുപോലെ ഒരു വാക്കും മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ഒരു സന്ദർഭവും മാറ്റാൻ കഴിയാത്തതുപോലെ അവതരിപ്പിക്കേണ്ട ഒരു ആവശ്യം. അത് ചിലപ്പോൾ അതിൻ്റെ പരാജയമായിരിക്കും കേട്ടോ. അരങ്ങിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് പരാജയമായിരിക്കും. പക്ഷെ ഒരു കൃതി എന്ന നിലയ്ക്ക് അത് പരാജയമല്ല. കാരണം നമുക്കത് മനക്കണ്ണിൽ കണ്ടാൽ മതിയല്ലോ, നമുക്ക് വായിച്ച് കണ്ടാൽ മതി. അപ്പോൾ ആ നിലയ്ക്ക് എന്തുകൊണ്ട് അങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിനുത്തരവൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ മുമ്പേ പറഞ്ഞതുപോലെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഇങ്ങനെ വലിയ മാറ്റങ്ങൾ, വലിയ പരിവർത്തനങ്ങൾ, ജീവിത വ്യവസ്ഥയിൽ വലിയ വിള്ളലുകൾ ഒക്കെ അനുഭവപ്പെട്ട് തുടങ്ങുന്ന ഒരു കാലം ആയിരുന്നു 18-ാം നൂറ്റാണ്ടെന്ന് ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ആ 18-ാം നൂറ്റാണ്ടിനെ വളരെ സൂക്ഷ്മദൃഷ്ടിയോട് കൂടിയിട്ട് പിന്തുടർന്നിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കഥ രൂപപ്പെടുത്താനും അല്ലെങ്കിൽ അതിന് ഉള്ളൊരു സാധ്യത അന്നുണ്ട്. അങ്ങനെയാണുള്ളൊരു പ്രതിഭ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാലത്തിന് ഉചിതമായിട്ടല്ല, കാലത്തിന് അപ്പുറം കാണുന്നതാണ്. പക്ഷെ അതെപ്പോഴും കാലത്തോട് സംവദിച്ചുകൊണ്ടുമാണ്. വലിയ കൃതികളുടെ കാലത്തോട് സംവദിക്കാവുന്ന കുറേ ഘടകങ്ങൾ അതിലുണ്ടാവും. അതേസമയം തന്നെ കാലാതിവർത്തി എന്ന് പറയാവുന്ന ചില ഘടകങ്ങളുണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് നളചരിതം വീണ്ടും വായിക്കാനും ആസ്വദിക്കാനും ആലോചിക്കാനും വകയുള്ള പലതും അവശേഷിപ്പിക്കുന്നുണ്ട്. എല്ലാ വലിയ കൃതികളുടെയും ഒരു സവിശേഷത അതൊരു അവസാന വാക്ക് പറഞ്ഞ് നിർത്തുന്നില്ല. അവസാനം ഒരിക്കലും ഒരു അവസാനമായിരിക്കില്ല. നമുക്ക് പിന്നെയും അതിനെപ്പറ്റി ആലോചിക്കാനും തർക്കിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ പിന്നെയും ഉണ്ടാവും. അവസാനം എന്നത്
എപ്പോഴും നീട്ടി വയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നല്ല കൃതികളുടെ ഒരു സ്വഭാവമായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അത് അവസാനത്തിൽ നിൽക്കുന്നില്ല. അത് വീണ്ടും നീട്ടിവെച്ച് വീണ്ടും നീട്ടിവെച്ച് വീണ്ടും നീട്ടിവെച്ചുകൊണ്ടിരിക്കും. ഓരോ നീട്ടിവയ്ക്കലിലും അതിന് പുതിയ പുതിയ തരത്തിലുള്ള അർത്ഥങ്ങൾ സാധ്യമാവും. ഓരോരുത്തരുടെയും അഭിരുചിക്കും താല്പര്യത്തിനും അനുസരിച്ചുള്ള അർത്ഥങ്ങൾ അതിന് സാധ്യമാവും. അപ്പോൾ ആ നിലയ്ക്ക് ജീവിക്കുന്ന ഒരു കൃതിയാണ് നളചരിതമെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല, ധാരാളം ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് നമ്മളുടേതായ രീതിയിലും അന്വേഷിച്ചാൽ അതിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ 3:35 ആയതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ദിവസം ഇതിൻ്റെ ദർശനം, അതുപോലെ തന്നെ ഭാഷ മുതലായതിനെ പറ്റി ഇതുപോലെ ചില കാര്യങ്ങൾ പറയാം. ഇതൊരു വളരെ കെട്ടുറപ്പോട് കൂടി പറഞ്ഞ കാര്യമല്ല, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സദസ്സിൽ അങ്ങനെ വളരെ കെട്ടുറപ്പോട് കൂടി പറയേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിൽ നിന്ന് ആലോചിക്കാനും അല്ലെങ്കിൽ ഓർമ്മിക്കാനും ഉള്ളതിനെ പിന്തുടരാനും ഒക്കെ ഉള്ളൊരു കഴിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത്ര നേരം ഇത് കേട്ടിരുന്ന എല്ലാവരോടും എനിക്ക് നന്ദി ഞാൻ പ്രകടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് അവസരം നൽകിയ കോട്ടയം കളിയരങ്ങിനും ഞാനും അതിൻ്റെ ഭാഗമാണ്, സന്തോഷം പറയുന്നു. എല്ലാവർക്കും നമസ്കാരം.